ഹായ് ഹലോ. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നവംബർ 2021 PYQ ആണ് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 10 ക്വസ്റ്റ്യൻസ് ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, കവർ ചെയ്യാൻ വേണ്ടി പോവാണ്. സോ നമുക്ക് എന്ത് ചെയ്യാൻ പോവാല്ലേ? ഓക്കെ, പെട്ടെന്ന് തന്നെ പോവാം. ഓക്കെ, സോ നമ്മുടെ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താ പറയുന്നത്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഫംഗ്ഷൻ വിൽ ബി റിസൾട്ട് ഇൻ ദി ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ ഓഫ് ദി വാല്യൂ 4. അതായത് ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ 4 വാല്യൂ ആവുന്ന ഫംഗ്ഷൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിങ്ങൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ എന്താ, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC ആണല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC ആണ് എന്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെന്റ് മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്ന് പറയുമ്പോൾ എന്ത് പറയാം നമുക്ക്, എന്താണ് 1 ഡിവൈഡഡ് ബൈ MPS ആണ് എന്ത് പറയുന്നത്, നമ്മുടെ മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ. 1 ഡിവൈഡഡ് ബൈ MPS ആണ് എന്ത് പറയുന്നത്, മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, MPCയോ അല്ലെങ്കിൽ MPSO കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാണാം, നമ്മുടെ മൾട്ടിപ്ലയർ കാണാൻ പറ്റും. അപ്പോൾ MPC കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, കൺസംഷൻ ഫംഗ്ഷൻ വേണം. അതുപോലെ തന്നെ MPS കിട്ടണമെങ്കിൽ നമുക്ക് എന്ത് വേണം, സേവിങ് ഫംഗ്ഷൻ വേണം. അപ്പോൾ ഇക്വേഷനിൽ എന്ത് ചെയ്യുക, കൺസംഷൻ ഫംഗ്ഷൻ സേവിങ് ഫംഗ്ഷൻ ഉണ്ടോ നോക്കാം. സോ ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ എന്ത് ചെയ്യില്ല, ഇത് ഇവിടെ വരില്ല. ഈ ഒരു ഫംഗ്ഷൻ ഇത് ഇൻവെസ്റ്റ്മെന്റ് ഫംഗ്ഷൻ അല്ല, ജസ്റ്റ് I എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണ് മേ ബി ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഇതെന്ത് ചെയ്യില്ല, ഇതിൽ വരില്ല. ഇവിടെ നമുക്ക് കൺസംഷൻ ഫംഗ്ഷനും സേവിങ് ഫംഗ്ഷനും മാത്രം മതി അല്ലേ. കാരണം മൾട്ടിപ്ലയർ കാണാനുള്ള ഇക്വേഷൻ എന്താ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് MPC ആണ്. ഒന്നിക്ക് MPCയോ MPSO കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്ലയർ കാണാം അല്ലേ. MPC എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് കൺസംഷൻ ഫംഗ്ഷൻ ആണ് അല്ലേ. MPS എന്ന് പറയുന്നത് എന്താണ്, സ്ലോപ്പ് ഓഫ് സേവിങ് ഫംഗ്ഷൻ ആണ് അല്ലേ. ദെൻ ഇവിടെ നോക്കാം, A എന്ന് പറയുന്നത് എന്താണ്, A+BY എന്ന് പറയുന്ന ഫോർമാറ്റിലാണ്. ഇവിടെ A എന്ന് പറയുന്നത് എന്താണ്, 50 ആണ്. A എന്ന് പറയുന്നത് ഓട്ടോണമസ് കൺസംഷൻ ആണ്. ദാറ്റ് മീൻസ് എന്താണ്, അത് പോസിറ്റീവ് ആയിരിക്കും. എന്താണ്, നമുക്ക് ഇൻകം ഇല്ലെങ്കിൽ കൂടെ നമ്മൾ കൺസ്യൂം ചെയ്യും. നമ്മൾ കടം വാങ്ങിയിട്ടാണെങ്കിലും നമ്മൾ പണ്ട് സേവ് ചെയ്ത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, കൺസ്യൂം ചെയ്യും. ഇതിനാണ് നമ്മൾ എന്ത് പറയാം, ഓട്ടോണമസ് കൺസംഷൻ എന്ന് പറയുന്നത് അല്ലേ. സേവിങ്ങിൽ നോക്കുന്ന സമയത്ത് ഓട്ടോണമസ് സേവിങ് എന്താണ്, മൈനസ് ആണ്. അത് മൈനസ് ആവാനുള്ള കാരണം എന്താണ്, നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിൽ നമ്മുടെ സേവിങ്സ് എന്തായിരിക്കും, 0 ആയിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അല്ലാതെ നമ്മുടെ കയ്യിൽ ഇൻകം ഇല്ലെങ്കിൽ എന്താണ്, നമ്മുടെ സേവിങ്സ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും, ഒരിക്കലും ഇല്ല. അപ്പോൾ നമ്മുടെ സേവിങ്സ് എന്തായിരിക്കും, നെഗറ്റീവ് ആയിരിക്കും. അതുകൊണ്ടാണ് ഓട്ടോണമസ് സേവിങ് നെഗറ്റീവ് ആവാനുള്ള കാരണം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് മൾട്ടിപ്ലയറിന്റെ വാല്യൂ 4 കിട്ടാനുള്ള ഫംഗ്ഷൻ ഏതൊക്കെയാണെന്നുള്ളതാണ്. സോ മൾട്ടിപ്ലയറിന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി, നമുക്ക് MPCയോ MPSO കണ്ടാൽ മതി. കൺസംഷൻ ഫംഗ്ഷനിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും, MPC കിട്ടും. ഇതാണ് നമ്മുടെ MPC എന്ന് പറയുന്നത്. MPC ഈക്വൽ എന്താണ്, B ആണ് അല്ലേ. B ആണ് MPC. B എന്ന് പറയുന്നത് എന്താണ് നമ്മുടെ സ്ലോപ്പ് ഓഫ് ദി കൺസംഷൻ ഫംഗ്ഷൻ ആണല്ലേ. അതായത് കൺസംഷൻ ഫംഗ്ഷൻ നമ്മൾ എഴുതാണ്, C ഈക്വൽ ടു എന്താണ്, A പ്ലസ് എന്ത് ചെയ്യാണ്, A+BY എന്ന് ഇതാണ് അല്ലേ. A+BY എന്ന് ഇതാണ് അല്ലേ. ഇതിലെന്താണ്, A എന്ന് പറയുന്ന ഓട്ടോണമസ് കൺസംഷൻ ആണ്, ഇൻകം ഇല്ലെങ്കിൽ കൺസംഷൻ ഉണ്ടാവും. B എന്ന് പറയുന്നത് MPC ആണ്. ദാറ്റ് മീൻസ് മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതായത് ഇൻകം കൂടുമ്പോൾ സെയിം ലെവലല്ല നമ്മുടെ കൺസംഷൻ കൂടുക, അതിൻ്റെ ലെസ് ദാൻ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും. അപ്പോൾ ഇൻകം ഇൻക്രിമെൻറ്റ് ചെയ്യുമ്പം എത്രത്തോളം നമ്മുടെ കൺസംഷൻ ഇൻക്രിമെൻറ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതിൻ്റെ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും, MPCൻ്റെ പ്രൊപ്പോർഷനേറ്റിലായിരിക്കും. ഇതാണ് ഇവിടെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ 0.25 എന്ന് പറയുന്നത് എന്താണ്, B ആണ്. B ഈക്വൽ ടു MPC ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കാം, ഫസ്റ്റത്തെ ഇക്വേഷൻ ചെയ്ത് നോക്കാം അല്ലേ. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് MPC എന്ന് പറയുന്നത് 1 മൈനസ് MPC എന്ന് പറയുന്നത് എത്രയാണ്, 0.25 ആണ്. ദാറ്റ് മീൻസ് ഫസ്റ്റ് 4 കിട്ടണമെങ്കിൽ 1 ഡിവൈഡ് ബൈ എന്ത് ചെയ്താൽ 4 കിട്ടും നോക്കിയാൽ മതി. 1 ഡിവൈഡ് ബൈ 0.25 ഏത് ചെയ്താലാണ് നമുക്ക് എന്ത് കിട്ടുക, 4 കിട്ടുക. അപ്പോൾ MPSൻ്റെ വാല്യൂ 2.5 വരുന്നതാണ്. 2.5 വരുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, 4 കിട്ടാനുള്ള മാർഗം എന്ന് പറയുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, 1 ഡിവൈഡ് ബൈ 0.25 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, MPSൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 1 ഡിവൈഡ് ബൈ 0.75 ആവും അല്ലേ. 0.75 ആവും. അതൊരിക്കലും എന്ത് ചെയ്യില്ല, 4 കിട്ടിക്കൂല. സോ ഫസ്റ്റത്തെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, റോങ് ആണ്. ഫസ്റ്റത്തെ ഇക്വേഷൻ റോങ് ആണ്. സെക്കൻഡ് എന്താ പറയുന്നത്, C ഈക്വൽ ടു 50 പ്ലസ് 0.25. അതായത് 1 ഡിവൈഡഡ് ബൈ 0.25 ആണല്ലേ. 0.25 എന്തിൽ നിന്ന് നമ്മൾ 0.25 കുറയ്ക്കും, 1ൽ നിന്ന് 0.75 ആട്ടോ. 0.75 ആണല്ലേ. 0.75 ആണ്. എന്തിൽ നിന്ന്, 1ൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, 0.75 എന്ത് ചെയ്യും, കുറയ്ക്കും അല്ലേ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും, 1 ഡിവൈഡഡ് ബൈ 0.25 കിട്ടും അല്ലേ. 1 ഡിവൈഡ് ബൈ 0.25 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ഇറ്റ്സ് ഇക്വൽ ടു എത്രയായിരിക്കും, 4 ആയിരിക്കും. സോ മൾട്ടിപ്ലയർ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്, 4 ആവുന്നുണ്ട്. ദാറ്റ് മീൻസ്
ഇക്വേഷൻ ബി എന്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ മൾട്ടിപ്ലയർ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? 4 ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇക്വേഷൻ ബി എന്താണ് ഇവിടെ? കറക്റ്റ് ആണ് അല്ലേ? ഇനി എന്ത് ചെയ്യാണ് നമ്മൾ മൂന്നാമത്തെ ഇക്വേഷൻ നോക്കാം അല്ലേ? മൂന്നാമത്തെ ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി? MPS ആണ് കൊടുത്തിട്ടുള്ളത്. ഫംഗ്ഷന് സേവിങ് ഫംഗ്ഷൻ ആണോ കൺസംഷൻ ഫംഗ്ഷൻ ആണോ? ഇത് കറക്റ്റ് നിങ്ങൾ നോക്കണം. അപ്പോൾ മൂന്നാമത്തെ ഇക്വേഷനിൽ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഫംഗ്ഷൻ എന്ത് ചെയ്യാണ്? സേവിങ് ഫംഗ്ഷൻ ആണ് കൊടുത്തിട്ടുള്ളത്. ദാറ്റ് മീൻസ് ഇവിടെ എന്താണ്? MPS ആണ് 0.25. അപ്പോൾ MPS 0.25 കിട്ടുകയാണെങ്കിൽ അതിൻ്റെ വാല്യൂ എന്തായിരിക്കും? 4 ആയിരിക്കും അല്ലേ? 1/0.25 ചെയ്താൽ മതി മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കിട്ടുകയാണല്ലേ. 1/1 - MPC എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി 1/ എന്താണ്? MPS ആണല്ലേ. അപ്പോൾ എന്താണ് ഇവിടെ നമ്മുടെ സേവിങ്, അതായത് മാർജിൻ പ്രൊപ്പൻസിറ്റി ടു സേവിങ് എന്ന് പറയുന്നത് എത്രയാണ്? മാർജിൻ പ്രൊപ്പൻസിറ്റി ടു സേവിങ് എന്ന് പറയുന്നത് എത്രയാണ്? 1/ എന്തായിരിക്കും? 0. എത്രയായിരിക്കും? 25 ആയിരിക്കും. 1/ എത്രയായിരിക്കും? 0.25 ആയിരിക്കും. സോ ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? പാൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ. നിങ്ങൾ അത് നോക്കണ്ട. ഓക്കെ, ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 ആയിരിക്കില്ല. സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ഏതാണ്? ബി ആൻഡ് സി അല്ലേ. മറ്റേത് പിന്നെ മൈൻഡ് ചെയ്യേണ്ട. നമുക്ക് മൾട്ടിപ്ലയർ കാണാൻ 1/1 - MPC അല്ലെങ്കിൽ 1/MPS കണ്ടാൽ മതി. അപ്പോൾ നമുക്ക് സേവിങ് ഫംഗ്ഷനോ കൺസംഷൻ ഫംഗ്ഷനോ കിട്ടിയാൽ മതി. അവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഫംഗ്ഷൻ വേറൊരു ഫംഗ്ഷനെ നമ്മൾ എടുക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബി ആൻഡ് സി ആണ്. സോ കറക്റ്റ് ആൻസർ ഈസ് ഇക്വൽ ടു എന്താണ്? എവിടെ എൻ്റെ കേസർ? ഓക്കെ, ബി ആൻഡ് സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോ? ചെയ്യാൻ പറ്റുന്നുണ്ടോ? എളുപ്പമല്ലേ? ഇതൊക്കെ എത്രയേ ഉള്ളൂ. ഇതൊക്കെ എത്ര ഇങ്ങനെ കണ്ടാൽ മതി. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് കറക്റ്റ്ലി ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ഓഫ് ദി സൂപ്പർ മൾട്ടിപ്ലയർ? സോ ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇൻറ്ററാക്ഷൻ ബിറ്റ്വീൻ മൾട്ടിപ്ലയർ ആൻഡ് ആക്സിലറേറ്ററാണ്. മൾട്ടിപ്ലയറും ആക്സിലറേറ്ററും തമ്മിലുള്ള ഡിഫറൻസ് എന്താ? നമുക്കറിയാം മൾട്ടിപ്ലയർ എന്ന് പറയുന്നത് എന്താണ്? Δy/Δi ആണ് അല്ലേ. ഇനീഷ്യലി നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് വരുത്താണെങ്കിൽ എന്ത് ചെയ്യും? അതിൻ്റെ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തുണ്ടാക്കും? ഇൻകം ജനറേഷൻ ഉണ്ടാവും. ഇതാണ് മൾട്ടിപ്ലയർ പറയുന്നത് അല്ലേ. ഇതാരാ കൊണ്ടുവന്നിട്ടുള്ളത്? JM കെയ്ൻസ് ആണ് അല്ലേ. ആദ്യം പറയുന്നത് എന്താണ്? ഇനീഷ്യലി ഇപ്പോൾ എന്ത് ചെയ്യാണ്? നമ്മൾ 100 rupees എന്ത് ചെയ്യാണ്? നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാമെന്ന് വിചാരിക്കാം. സോ ഇതിൻ്റെ മൾട്ടിപ്ലയർ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 4 കിട്ടിയെന്ന് വിചാരിക്കുക. ദാറ്റ് മീൻസ് നമ്മൾ 100 rupees നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ 400 rupees എന്തുണ്ടാവും? ഇൻകം ജനറേഷൻ ഉണ്ടാവും. ദാറ്റ് മീൻസ് 100 rupees 4 times എന്തുണ്ടാവും? ഇൻകം ജനറേഷൻ ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 rupees ഇൻവെസ്റ്റ് ചെയ്ത സമയത്ത് 400 rupees ആണ് ഇൻകം ജനറേഷൻ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം? 100 rupees 4 times 100 rupees 4 times മൾട്ടിപ്ലയർ എഫക്റ്റ് എന്തിലുണ്ടായിട്ടുണ്ട്? ഇൻകം ജനറേഷനിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ഇൻകത്തിലേക്ക് നയിക്കുന്നത് അല്ലേ. ഇതാണ് എന്ത് പറയുന്നത്? JM കെയ്ൻസ് പറയുന്നത്. ആക്സിലറേറ്റർ മോഡൽ ആരാ പറയുന്നത്? JB ക്ലാർക്ക് ആണ് അല്ലേ. JB ക്ലാർക്ക് ആണെന്ന് പറയുന്നത് ആക്സിലറേറ്റർ മോഡൽ പറയുന്നത്. പാൻ അല്ലാത്തതുകൊണ്ടാണ്, സമ്മതിക്കില്ല, പാൻ അല്ലാത്തതുകൊണ്ടാണ്. ഓക്കെ, JB ക്ലാർക്ക് ആണെന്ന് പറയുന്നത് നമ്മുടെ ആക്സിലറേറ്റർ മോഡൽ പറയുന്നത് അല്ലേ. JB ക്ലാർക്ക് CLE and then R then K. JB ക്ലാർക്ക് അല്ല. അദ്ദേഹം എന്താ പറയുന്നത്? ഇറ്റ്സ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് ദി മൾട്ടിപ്ലയർ. അദ്ദേഹം പറയുന്നത് ഇൻവെസ്റ്റ്മെൻ്റ് അല്ല മൾട്ടിപ്ലയർ ഉണ്ടാക്കുന്നത്, മറിച്ച് ഇൻകം ആണ് എന്ത് ചെയ്യുന്നത്? ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ഇൻവെസ്റ്റ്മെൻ്റ് അല്ല ഇൻകം ഉണ്ടാക്കുന്നത്, മറിച്ച് ഇൻകം ആണ് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത് എന്നാണ് JB ക്ലാർക്ക് പറയുന്നത്. അതെങ്ങനെയായിരിക്കും? നമ്മുടെ കയ്യിൽ ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ കൺസ്യൂം ചെയ്യില്ലേ? നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ നമ്മൾ കൺസ്യൂം ചെയ്യില്ലേ? ഇൻകം ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? നമ്മുടെ കൺസംഷൻ കൂടും. ദാറ്റ് മീൻസ് നമ്മുടെ അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുമ്പോൾ ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ എൻ്റെ ഗുഡ്സിന് മുകളിൽ ആളുകൾക്ക് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? കൂടുതലായിട്ടുള്ള പ്രൊഡക്ഷൻ നടത്താനും കൂടുതലായിട്ട് സെയിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് നോക്കുക. അപ്പോൾ അവിടെ എന്ത് കൂടും? ഞാനൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പ്രൊഡക്റ്റിന് മുകളിൽ ഞാൻ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൂടും. ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് കൂടാന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അവർക്ക് എന്തായിരിക്കും? വീണ്ടും പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസ് ഉണ്ടാവും, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, ആളുകൾക്ക് ഇൻകം കിട്ടും, വീണ്ടും ഇൻകം ലെവൽ എന്ത് ചെയ്യും? കൂടും. വീണ്ടും ഇൻകം ലെവൽ കൂടുമ്പോൾ വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു. വീണ്ടും അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്ന സമയത്ത് വീണ്ടും ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നു. ഇതിങ്ങനെ പ്രോസസ്സിങ് ആയിട്ട് ഇങ്ങനെ പോവാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ അൾട്ടിമേറ്റ്ലി എന്താണ് JB ക്ലാർക്ക് പറയാൻ ഉദ്ദേശിക്കുന്നത്? Δy/Δi ആണ്. അതായത് ഇനീഷ്യലി ഉണ്ടാകുന്ന ഇൻകത്തിൽ വരുന്ന മാറ്റം എന്തിനുണ്ടാക്കും? മൾട്ടിപ്ലയർ എഫക്റ്റോ എന്തുണ്ടാക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും എന്നാണ് ആക്ച്വലി എന്ത് പറയുന്നത്? നമ്മുടെ ആക്സിലറേറ്റർ മോഡൽ പറയുന്നത്. ഇറ്റ്സ് എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് എന്താണ്? നമ്മുടെ കെനീഷ്യൻ കോൺസെപ്റ്റ്. എക്സാക്ട് ഓപ്പോസിറ്റ് ഓഫ് എന്തായിരിക്കും? കെനീഷ്യൻ കോൺസെപ്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെ രണ്ടിനെയും കൂടെ എന്ത് ചെയ്യാണ്? ഇൻ്ററാക്ട് ചെയ്യുന്ന ഒരു തിയറിനെ, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുക? സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ രണ്ടിനെയും ഇൻ്ററാക്ട് ചെയ്യുന്ന ആ ഒരു
സിസ്റ്റത്തെയാണ്, ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുന്നത് സൂപ്പർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഓക്കെ, ദ ഇൻഇക്വാലിറ്റി ഇൻ ദ ഇൻകം ആർ മെഷേർഡ് ബൈ ദ വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഇൻഇക്വാലിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ മെഷർമെൻ്റ് ആണ് യൂസ് ചെയ്യുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെ മെഷർമെൻറ്റ് നമ്മൾ യൂസ് ചെയ്യും? ലോറൻസ് റേഷ്യോ നമ്മൾ യൂസ് ചെയ്യും, ആൻഡ് തെയിൽസ് ഇൻഡെക്സ് യൂസ് ചെയ്യും, അതുപോലെ തന്നെ പാൽമ റേഷ്യോ യൂസ് ചെയ്യും, ആൻഡ് ഡിപ്രിസിയേഷൻ റേഷ്യോ നമ്മൾ യൂസ് ചെയ്യില്ല. ഓക്കെ, സോ ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് എ ബി സി ആണ്. സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഡി ഇസ് എ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോ? Then the movement from the old level of the expenditure and the taxation to the new and the higher level of the ലെവൽ ഈസ് കോൾഡ്. അതാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ എക്സ്പെൻഡിച്ചർ തിയറിയിൽ, പബ്ലിക് എക്സ്പെൻഡിച്ചർ തിയറിയിൽ പീകോക്ക് വൈസ്മാൻ തിയറീസിൽ വരുന്നൊരു കോൺസെപ്റ്റാണ്. അതിൽ നമ്മൾ പറയുന്നത് എന്ത് പറയുന്നുണ്ട്? നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് പറയുന്നുണ്ട്, അതുപോലെ തന്നെ എന്ത് പറയുന്നത്, ഇൻസ്പെക്ഷൻ എഫക്റ്റ് പറയുന്നുണ്ട്, കോൺസെൻട്രേഷൻ എഫക്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെന്താണ് ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്? എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഇക്കണോമിയിൽ എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് വരാണെങ്കിൽ, എന്തെങ്കിലും ഒരു ഇൻസഫിഷ്യൻസി വരാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു യുദ്ധം വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? ആ യുദ്ധത്തിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ മീറ്റ് ചെയ്യാൻ വേണ്ടി ചിലപ്പം ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് കൂട്ടാം. റവന്യൂ കിട്ടിയിട്ട് വേണം എക്സ്പെൻഡിച്ചർ നടത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യും? ടാക്സ് റേറ്റ് കൂട്ടാം. അല്ലെങ്കിൽ ഈ യുദ്ധം കാരണം ആളുകൾക്ക് കൂടുതൽ സഫർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഗവൺമെൻറ്. അപ്പോൾ എന്ത് ചെയ്യും? ഗവൺമെൻറ് കൂടുതലായിട്ട് എന്ത് ചെയ്യും? പബ്ലിക് എക്സ്പെൻഡിച്ചർ കൂട്ടൂല്ലേ? അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ എന്ത് ചെയ്യാണ്? പണ്ട് ഉണ്ടായിട്ടുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നോ അല്ലെങ്കിൽ ടാക്സ് റേറ്റിൽ നിന്നോ, അല്ലെങ്കിൽ ടാക്സ് റേറ്റിൽ നമുക്ക് എന്ത് പറയാം? റവന്യൂ റേറ്റ് ആയിട്ട് പറയാം. പണ്ടുള്ള ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നോ ടാക്സ് റേറ്റിൽ നിന്നോ അല്ലെങ്കിൽ പണ്ടുള്ള എക്സ്പെൻഡിച്ചറിൽ നിന്നോ റവന്യൂ റേറ്റിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഓൾഡ് ഫോമിൽ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ ഇക്കണോമിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ ന്യൂ ഫോമിലേക്ക് അല്ലെങ്കിൽ ഹയർ ഫോമിലേക്ക് നമ്മൾ മാറാം. ഈ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് പറയാം? ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതെന്ത് ചെയ്യാണ്? അക്സെപ്റ്റബിൾ ആണെങ്കിൽ ആളുകൾക്ക് കുഴപ്പമില്ല, അത് പണ്ടത്തെ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അവർ ഓക്കെ ആയിരിക്കും. എന്നാൽ അക്സെപ്റ്റബിൾ അല്ലെങ്കിൽ അത് എന്ത് ചെയ്യും? ഇക്കണോമിയിൽ എന്ത് ചെയ്യും? വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. പിന്നെ എന്താണ് പറയുന്നത്? ഇൻസ്പെക്ഷൻ എഫക്റ്റ്. ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇക്കണോമിയിൽ ഇപ്പോൾ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടാവാമെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യും? ഒരേപോലെ പബ്ലിക്കും അതുപോലെ തന്നെ ഗവൺമെൻറ്റും തമ്മിൽ എന്ത് ചെയ്യും? അതിന് ഇൻസ്പെക്ഷൻ നടത്തും. അതൊന്ന് നോക്കും, എന്താണ് ഇവിടെ ഉള്ള ബേസിക് പ്രോബ്ലം, എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ഇതിലുള്ള കാരണങ്ങൾ എന്ത് ചെയ്യും? ഇവർ ഇൻസ്പെക്ഷൻ നടത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ഇൻസ്പെക്ഷൻ നടത്തുന്ന സമയത്ത് അവർ മനസ്സിലാക്കുകയാണ് എന്താണ് പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ് ആക്ച്വലി? പബ്ലിക് എക്സ്പെൻഡിച്ചറെ മീറ്റ് ചെയ്യാൻ തക്കത്തോളം എന്തല്ല, അഡ്വക്കേറ്റ് അല്ല എന്നുള്ളത് എന്ത് ചെയ്യാണ്? അവർ കണ്ടെത്തുക. ഇതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇക്കണോമിയിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്, അപ്പോൾ ഇതിൻ്റെ ബേസിക് റീസൺ കണ്ടെത്താൻ വേണ്ടി ആര് നോക്കുകയാണ്? പബ്ലിക്കും അതിൻ്റെ കൂടെ തന്നെ ഗവൺമെൻറ് നോക്കുകയാണ്. ദെൻ ഫൈനൽ റിസൾട്ടായിട്ട് അവർ റീസൺ കണ്ടെത്താണ്. അവർ പറയാണ്, റീസൺ ആയിട്ട് അവർ പറയുന്നത് ആ ഡിസ്റ്റർബൻസിനുള്ള ബേസിക് കാരണം എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് എന്താണ്? പബ്ലിക് എക്സ്പെൻഡിച്ചർ മീറ്റ് ചെയ്യത്തക്ക വിധം എന്താണ്? അഡ്വക്കേറ്റ് അല്ല. ഇതിനാണ് നമ്മൾ എന്ത് പറയുക? ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയാം. ദെൻ കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സെൻട്രൽ ഗവൺമെൻറ്റിന് എടുക്കുന്ന സമയത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് എന്തായിരിക്കും? ഇക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും? കൂട്ടും. എന്തിനേക്കാൾ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും ആക്ടിവിറ്റിയേക്കാൾ. ഇതിനാണ് എന്ത് പറയുന്നത്? നമ്മുടെ കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. കോൺസെൻട്രേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഭാഗത്തേക്ക് തന്നെ എന്ത് ചെയ്യുക? കോൺസെൻട്രേറ്റ് ആയിട്ട് നിൽക്കുക. ഇതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിലെന്താണ് നമുക്കറിയാം ഇതിൻ്റെ കറക്റ്റ് ആൻസർ. അതായത് പണ്ടത്തുള്ള ആ ഒരു എക്സ്പെൻഡിച്ചറിൽ നിന്നും അല്ലെങ്കിൽ റവന്യൂ ടാക്സേഷൻ മെത്തേഡിൽ നിന്ന് നമ്മൾ ന്യൂ ഒരു ഹയർ ലെവലിലേക്ക് മൂവ് ഓൺ ചെയ്യുന്ന ആ ഒരു എഫക്റ്റിനെ പീകോക്ക് ആൻഡ് വൈസ്മാൻ വിളിച്ചിട്ടുള്ള എന്താണ്? ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ് അല്ലേ? എന്താണ് വിളിച്ചിട്ടുള്ളത്? ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് ആണ്. ഇക്കണോമിയിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് വരുന്ന സമയത്ത് പണ്ടുള്ള എക്സ്പെൻഡിച്ചർ ഓർ ടാക്സ് ഓർ റവന്യൂയിൽ നിന്ന് എന്ത് ചെയ്യാണ്? നമ്മൾ പുതിയൊരു ലെവലിലേക്ക്, പുതിയൊരു ഹയർ ലെവലിലേക്ക് നമ്മൾ മൂവ് ഓൺ ചെയ്യുന്നതിന് പീകോക്ക് ആൻഡ് വൈസ്മാൻ വിളിച്ചിട്ടുള്ള എഫക്റ്റ് ആണ് എന്ത് പറയുന്നത്? ഡിസ്പ്ലേസ്മെൻറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത്. ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഇക്കണോമിയിൽ എന്തോ ഡിസ്റ്റർബൻസ് ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ റീസൺ കണ്ടെത്താൻ വേണ്ടി പബ്ലിക്കും ഗവൺമെൻറ് ഒരുപോലെ പരിശ്രമിക്കുന്ന സമയത്ത് അവരൊരു കൺക്ലൂഷനിൽ എത്താണ് എന്താണ്? ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ പബ്ലിക് റവന്യൂ എന്ന് പറയുന്നത് പബ്ലിക് എക്സ്പെൻഡിച്ചറെ മീറ്റ് ചെയ്യത്തക്ക വിധം എന്തല്ല, അഡ്വക്കേറ്റ് അല്ല എന്നുള്ളത് അവർ കണ്ടെത്തുകയാണ്. ഇതാണ് ഇൻസ്പെക്ഷൻ എഫക്റ്റ് എന്ന് പറയുക. ഇൻസ്പെക്ഷൻ നടത്താം, അതിൻ്റെ കാര്യകാരണങ്ങൾ എന്ത് ചെയ്യുമെന്ന് തിരയാം. പിന്നെ എന്താണ് കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആക്ടിവിറ്റീസ് ഇക്കണോമിക് ഗ്രോത്ത് എന്ത് ചെയ്യും? കൂട്ടും. എന്തിനേക്കാൾ? സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ തന്നെ ലോക്കൽ ഗവൺമെൻറ്റിൻ്റെയും ആക്ടിവിറ്റീസിനേക്കാൾ കോൺസെൻട്രേറ്റ് ചെയ്യപ്പെടാണ് ചെയ്യുന്നത് അല്ലേ സെൻട്രൽ ഗവൺമെൻറ്റിലേക്ക്. ഇതിനാണ് ആക്ച്വലി എന്ത് പറയുന്നത്? നമ്മളെ കോൺസെൻട്രേഷൻ എഫക്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? അപ്പം സി ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ അല്ലേ? സി ഈസ് എ കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടോ? സി ഈസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, ഇൻ കേസ് ഓഫ് ദി ഇൻഡിഫറൻസ് കർവ് ദ ടു ഗുഡ്സ് എറ്റ്സ് ആൻഡ് വൈ ദ കൺസംഷൻ ഓഫ് ദ എറ്റ്സ് ഇൻക്രീസ്. നമുക്കറിയാം എന്താണ് ഇൻഡിഫറൻസ് കർവ്. ഇൻഡിഫറൻസ് കർവ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സ് ആണ് അല്ലേ? കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സിനെ ലോക്കസ് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സ്. ലോക്കസ് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യാണ്?
രണ്ട് ആക്സിസ് ഉണ്ടാവും. ഇവിടെ എന്തുണ്ടാവും? എച്ച് ഉണ്ടാവും. എച്ച് എന്ന് പറയുന്ന കമ്മോഡിറ്റി ഉണ്ടാവും. ഇവിടെ വൈ ഉണ്ടാവും. എന്തുണ്ടാവും? വൈ എന്ന് പറയുന്ന കമ്മോഡിറ്റി ഉണ്ടായിരിക്കും. എന്ത് ചെയ്യാണ് നമ്മൾ എന്ത് ചെയ്യും? ഒരു ഇൻഡിഫറൻസ് കർവ് വരയ്ക്കില്ലേ? ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിരിക്കും, നെഗറ്റീവ് സ്ലോപ്പിംഗ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ എന്തായിരിക്കും? ഹയർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ദ ഹയർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ലോവർ ഇൻഡിഫറൻസ് കർവ് ഗീവ് ദ ലോവർ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ദ ടു ഇൻഡിഫറൻസ് കർവ് നെവർ ഇന്റർസെപ്റ്റ് ഈച്ച് അതർ. രണ്ട് ഇൻഡിഫറൻസ് കർവുകൾ എന്തെങ്കിലും പരസ്പരം ഒരിക്കലും കൂട്ടിമുട്ടില്ല. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? ഇവിടെ വൈ എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ട് അല്ലേ? ഇവിടെ എച്ച് എന്ന് പറയുന്ന ഒരു ഗുഡ് ഉണ്ട്. ദെൻ ഇവിടെ എന്തുണ്ട്? വൈ എന്ന് പറയുന്ന ഒരു ഗുഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. ദെൻ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എച്ച് എന്ന് പറയുന്ന ഗുഡിൻ്റെ കോമ്പിനേഷൻ ഉണ്ട്. എഗെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? വൈ ഉണ്ട്. പിന്നെ എന്തുണ്ട്? എച്ച് ഉണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എ എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ എന്ത്? ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട് അല്ലേ? ബി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. ഇവിടെ സി എന്ന് പറയുന്ന കോമ്പിനേഷൻ ഉണ്ട്. ഓരോ കോമ്പിനേഷനിലും എക്സിൻ്റെയും വൈൻ്റെയും എന്ത് ചെയ്യുന്നുണ്ട്? അമൗണ്ടുകൾ ഡിഫറൻസ് ആണ് അല്ലേ? എക്സിൻ്റെയും വൈൻ്റെയും എമൗണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ സ്കേഴ്സിറ്റി ഓഫ് റിസോഴ്സ് ആണ് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഗുഡ് അഡീഷണൽ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? മറ്റേ ഗുഡ് എന്ത് ചെയ്യണം? നമ്മൾ കുറയ്ക്കണം. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യാണ്? എക്സിൻ്റെ എന്ത് ചെയ്യുക? കൺസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ കൂട്ടി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ വൈൻ്റെ കൺസംഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറച്ച് വരുന്നുണ്ട് അല്ലേ? എച്ചിൻ്റെ കൺസംഷൻ കൂട്ടുന്ന സമയത്ത് നമ്മൾ വൈൻ്റെ കൺസംഷൻ കുറച്ച് വരുന്നുണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമ്മുടെ മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്? കുറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഇൻഡിഫറൻസ് കർവ് എന്ത് ചെയ്യുന്നത്? ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവ് സ്ലോപ്പിംഗ് ആവാനുള്ള റീസൺ എന്ന് പറയുന്നത്. മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇൻഡിഫറൻസ് കർവിൻ്റെ സ്ലോപ്പിനെയാണ് നമ്മൾ എന്ത് പറയാം? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? ഒരു ഗുഡ് അഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ് എന്ന് പറയുന്ന ഗുഡ് അഡീഷണൽ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വൈ എന്ന് പറയുന്ന ഗുഡിനെ നമ്മൾ എന്ത് ചെയ്യണം? സാക്രിഫൈസ് ചെയ്യണം. അതിന് കുറച്ച് കൊണ്ടുവരണം അല്ലേ? അപ്പോൾ എക്സ് ഇങ്ങനെ കൂട്ടാ എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്ത് സംഭവിക്കുന്നുണ്ട്? വൈ അവിടെ കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ എക്സ് ഇൻക്രീസ് ചെയ്യാന്ന് പറയുമ്പോൾ വൈ കുറയുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ അല്ലേ? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ദ റേറ്റ് അറ്റ് വിച്ച് ദ വൺ ഗുഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ഫോർ ദ അനദർ ഗുഡ്. ഇതിനാണ് നമ്മൾ എന്ത് പറയാം? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ എന്ത് സംഭവിക്കുന്നത്? മാർജിൻ റേറ്റ് ഓഫ് സബ്സ്റ്റിറ്റ്യൂഷൻ സംഭവിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് അല്ലേ, വൈക്ക് പകരം എച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നുണ്ട്? MRs കുറഞ്ഞു വരുന്നുണ്ട്. ഇതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് സംഭവിക്കുന്നത്? അത് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ദി ടു ഗുഡ്സ് ആണ് അല്ലേ? ഇറ്റ്സ് എ ലോക്കസ് ഓഫ് ദി കോമ്പിനേഷൻ ഓഫ് ദി ടു കമ്മോഡിറ്റീസ് ആണ് നമുക്ക് കിട്ടുന്നത്. ദെൻ എന്താണ് കിട്ടുന്നത്? ഓരോ ഗുഡ് എക്സ്ട്രാ കിട്ടണമെങ്കിൽ നമ്മൾ വൈ കുറയ്ക്കണം. ആ സമയത്ത് എന്ത് സംഭവിക്കും? മാർജിൻ റേറ്റ് ഓഫ് എക്സ് ആൻഡ് വൈ എന്ത് ചെയ്യും? കുറഞ്ഞു വരും അല്ലേ? അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്താ വരുന്നത്? സി ഇസ് എ കറക്റ്റ് ആൻസർ അല്ലേ? അതായത് ഫസ്റ്റ് ഇൻക്രീസ് ചെയ്യുക, പിന്നീട് ഡിക്രീസ് ചെയ്യുക, അങ്ങനെ ഒന്നുമില്ല. എപ്പോഴൊക്കെ എന്ത് ചെയ്യുന്നു? എച്ച് അഡീഷണൽ ആയിട്ട് നമ്മൾ വാങ്ങുന്ന സമയത്തും എന്ത് ചെയ്യും? വൈ നമുക്ക് കുറച്ച് വരണം. അപ്പോൾ എന്ത് ചെയ്യും? MRs കുറയും. അല്ലാതെ ഫസ്റ്റ് അത് ഇൻക്രീസ് ചെയ്യുക പിന്നെ കുറേ അങ്ങനെയല്ല. MRs കുറഞ്ഞാണ് വരുന്നുണ്ടാവുക. MRs കൂടില്ല. ദെൻ MRs റിമൈൻസ് കോൺസ്റ്റന്റ് ആയിരിക്കില്ല. MRs റിമൈൻസ് കോൺസ്റ്റന്റ് ആവണമെങ്കിൽ പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൊണ്ടായിരിക്കണം. അതായത് ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് ഇൻഡിഫറൻസ് കർവ് എന്താണ്? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് കൂട്ടിൽ എന്തായിരിക്കും? MRs എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. MRs കോൺസ്റ്റന്റ് ആവുന്നത് എന്തായിരിക്കും? ഇൻഡിഫറൻസ് കർവ് ഏത് ഗുഡ്സിൻ്റെ കേസിലായിരിക്കും? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ കേസിലായിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? ഇൻഡിഫറൻസ് കർവ് എന്തുണ്ടാവുക? റിമൈൻ സെയിം ആവുന്നത്. അതെന്തായിരിക്കും? ലീനിയർ ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കേട്ടോ. ലീനിയർ ഡൗൺവേർഡ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക? പെർഫെക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ഗുഡിൻ്റെ കേസിൽ ഇൻഡിഫറൻസ് കർവ്. അല്ലാതെ ഒരിക്കലും ഇതെന്ത് ചെയ്യില്ല? ഡൗൺവേർഡ് ആയിരിക്കില്ല. ഡൗൺവേർഡ് ആവാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എന്തായിരിക്കും? കേർവ് ആവുന്നത്. ഡൗൺവേർഡ് കേർവ് ആവാനുള്ള ബേസിക് റീസൺ എന്ന് പറയുന്നത് എക്സിന് വേണ്ടിയിട്ട് നമ്മൾ വൈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? നമ്മുടെ MRs കുറഞ്ഞു വരുന്നതാണ്. ഓക്കെ, ഇനി നമ്മുടെ കോംപ്ലിമെൻറ്റ് കൂടിൻ്റെ കേസിലാണെങ്കിലോ ഇൻഡിഫറൻസ് കർവ് എന്തായിരിക്കും? റൈറ്റ് ആംഗിൾ ആയിരിക്കും, എൽ ഷേപ്ഡ് ആയിരിക്കും ഉണ്ടാവുക അല്ലേ? ഇൻഡിഫറൻസ് കർവ് എൽ ഷേപ്ഡ് ആയി. കാരണം എന്താണ്? കോംപ്ലിമെൻറ്റ് കൂടി എന്ന് പറയുമ്പോൾ രണ്ട് ടുഗദർ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പർച്ചേസ് ചെയ്യുന്നത്. ഫിക്സ്ഡ് പ്രപ്പോർഷനിലാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? എൽ ഷേപ്ഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗം കിട്ടിയിട്ടുണ്ടല്ലോ അല്ലേ? So C is the correct answer. And what type of the relationship between the curve postulated between the rate of unemployment and the rate of increase of the money wages? ഇതെന്താണ് പറയുന്നത്? ഫിലിപ്സ് കർവ് അനാലിസിസ് ആണല്ലോ. ഫിലിപ്സ് കർവ് അനാലിസിസ് കൊണ്ടുവന്നിട്ടുള്ളത് ആരാണ്? AW ഫിലിപ്സ് ആണല്ലോ. AW ഫിലിപ്സ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അൺഎംപ്ലോയ്മെൻറ്റും മണി വേജും തമ്മിലുള്ള എന്താണ്? ഇൻവേഴ്സ് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. പിന്നാണ് എന്ത് ചെയ്തിട്ടുള്ളത്? അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പിലേക്ക് അത് വന്നിട്ടുള്ളത്. ആദ്യം അഡ്രസ് ചെയ്യുന്നത് മണി വേജ് ആണ് കേട്ടോ. അപ്പോൾ എന്താണ് ഫിലിപ്സ് പറയുന്നത്? ഷോർട്ട് റൺ ഫിലിപ്സ് കർവിൽ ഫിലിപ്സ് പറയുന്നത് എന്താണ്? AW ഫിലിപ്സ് പറയുന്നത് എന്താണ്? ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ്? മണി വേജ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ് അല്ലേ? ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മണി വേജ് ആൻഡ് അൺഎംപ്ലോയ്മെന്റ് ആണ്. സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ലോങ് റണ്ണിലായിരിക്കും ഫിലിപ്സ് കർവ് എന്തായിരിക്കും? വെർട്ടിക്കൽ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. കാരണം എന്തായിരിക്കും? അവിടെ അഡാപ്റ്റീവ് എക്സ്പെക്ടേഷൻ ആണ് ഫോളോ ചെയ്യുന്നത്. അവിടെ ആക്ച്വലി എന്താ സംഭവിക്കുന്നത്? അവിടെ ഈ ഫെലപ്സും അതുപോലെ തന്നെ നമ്മുടെ മിൽട്ടൺ ഫ്രീഡ്മാനും പറയുന്നത് എന്താണ്? അവിടെ ഒരു തരത്തിലുള്ള എന്ത് വർക്കിംഗ് ആവുന്നില്ല. നമ്മുടെ
അൺഎംപ്ലോയ്മെൻറ്റും അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ, അൺഎംപ്ലോയ്മെൻറ്റ് വേജ് റേറ്റ് തമ്മിലൊരു ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് അവിടെ വർക്കിംഗ് ആവുന്നില്ല. ദർ ഇസ് നോ ട്രേഡ് ഓഫ് ബിറ്റ്വീൻ അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ഇൻഫ്ലേഷൻ ഇൻ ദി ലോങ് റൺ എന്നുള്ളതാണ് ആര് പറയുന്നത്, ഈ ഫെലപ്സും അതുപോലെ തന്നെ മിൽട്ടൺ ഫ്രീഡ്മാനും പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്, നമ്മുടെ ഷോർട്ട് റണ്ണിൽ നമ്മുടെ ഫിലിപ്സ് കർവ് അല്ലേ, ഫിലിപ്സ് AW ഫിലിപ്സ് എന്താ പറയുന്നത്, ദർ ഇസ് എ ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്താണ് മണി വേജ് ആൻഡ് ദി അൺഎംപ്ലോയ്മെൻറ്റ് ആണ് കേട്ടോ. ഇവിടെ ഇൻവേഴ്സ് ആൻഡ് പ്രൊപ്പോർഷനേറ്റ് വരണം എന്നില്ല, പ്രൊപ്പോർഷനേറ്റ് എപ്പോഴും വരണം എന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ ഇൻവേഴ്സ് മാത്രം എടുക്കാനുള്ള കാരണം. ഓക്കെ, സോ ഡി ഇസ് എ കറക്റ്റ് ആൻസർ, ഡി ഇസ് എ കറക്റ്റ് ആൻസർ, ഡി ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, 17th question. According to Ronald Coase, which of the following statement is correct for the pollution control? പ്രൊവൈഡിങ് പ്രോപ്പർട്ടി റൈറ്റ്സ് ടു ദ പൊല്യൂട്ടേഴ്സ് ആൻഡ് ദി പൊല്യൂട്ട്സ്. അതായത് ആരാണോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അവർക്കാണ് പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കേണ്ടത്. അതാണ് ആര് പറഞ്ഞത്, കോസേഷൻ തിയറിയിലൂടെ ആര് പറയുന്നത്, നമ്മുടെ റൊണാൾഡ് കോസ് പറയുന്നത്. അല്ലാതെ ശരിക്കും ആർക്കാണ് ഇത് കൊടുക്കേണ്ടത്, അല്ലാതെ വേറെ ആർക്കുമല്ല കൊടുക്കേണ്ടത് അല്ലേ. ആരാണോ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് അവർക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പർട്ടി റൈറ്റ്സ് കൊടുക്കേണ്ടത്. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോപ്പർട്ടി റൈറ്റ്സ് ലീഗൽ ഇൻസ്റ്റിറ്റ്യൂഷനോ അല്ലെങ്കിൽ അതുപോലെ തന്നെ സ്റ്റേറ്റിനോ അല്ലെങ്കിൽ ട്രേഡ് യൂണിയനോ എന്നല്ല നമ്മൾ കൊടുക്കേണ്ടത്. പൊല്യൂഷൻ ആരാണോ ഉണ്ടാക്കുന്നത് അവർക്കാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പ്രോപ്പർട്ടി റൈറ്റ് കൊടുക്കേണ്ടത്. ഇതാണ് നമ്മൾ കോസേഷൻ തിയറിയിലൂടെ എന്ത് പറയുന്നത്, റൊണാൾഡ് കോസ് പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഓക്കെ, then 18th question. ഇംപ്രൂവ്മെൻറ്റ് ഇൻ ദി ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് മേ ബി എഫക്റ്റഡ് ത്രൂ. അതായത് ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനാണ്, ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏത് സിറ്റുവേഷനാണ്, ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആണ് അല്ലേ, ഇമ്പോർട്ട് ഈസ് ഗ്രേറ്റർ ദാൻ എക്സ്പോർട്ട് ആണ്. ദാറ്റ് മീൻസ് റിസീപ്റ്റ് ഈസ് ലെസ് ദാൻ പേയ്മെൻറ്റ് ആണല്ലേ. ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റ് കൂട്ടണമല്ലേ. റിസീപ്റ്റ് കിട്ടുന്നത് എപ്പോൾ മാത്രമാണ്, നമ്മൾ ഗുഡ്സ് അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പോൾ ഈ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡെഫിസിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി, എക്സ്പോർട്ട് കൂട്ടാനുള്ള മാറ്റങ്ങൾ നോക്കിയാൽ മതി അല്ലേ. ഇങ്ങോട്ട് പേയ്മെൻറ്റ് കിട്ടാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ നോക്കിയാൽ മതി അല്ലേ. ഇമ്പോർട്ട് കൺട്രോൾ, നമ്മൾ ഇമ്പോർട്ടിനെ കൺട്രോൾ ചെയ്യുക, കറക്റ്റാണ്. എക്സ്പോർട്ടിനെ പ്രൊമോട്ട് ചെയ്യുക, കറക്റ്റാണ്. ഫോറിൻ എക്സ്ചേഞ്ച് കൺട്രോൾ ചെയ്യുക. ഡീവാലുവേഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താവും, നമ്മുടെ മണി എന്താവും, ഡിവാലുവേഷൻ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, നമ്മുടെ എക്സ്പോർട്ട് എന്തായിരിക്കും, ചീപ്പർ ആവില്ല. എക്സ്പോർട്ട് എന്താവും, ചീപ്പർ ആവുകയും അതുപോലെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ഇമ്പോർട്ട് എന്താവും, എക്സ്പെൻസീവ് ആവുകയും ചെയ്യില്ലേ. എക്സ്പോർട്ട് ചീപ്പർ ആവുക എന്ന് പറയുമ്പോൾ ആക്ച്വലി എന്താ സംഭവിക്കുക, പണ്ട് ഇമ്പോർട്ട് എന്ത് ചെയ്യും, എക്സ്പോർട്ട് ചീപ്പർ ആകുമ്പോൾ ഇമ്പോർട്ട് എന്ത് ചെയ്യും, എക്സ്പെൻസീവ് ആവുകയും ചെയ്യില്ലേ. അപ്പോൾ പണ്ട് എക്സ്പോർട്ട് ചീപ്പർ ആവുമെന്ന് പറയുമ്പോൾ പണ്ട് 20 റുപ്പീസിന് സാധനം വാങ്ങിയിട്ട് ഉള്ളത് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ നാട്ടിൽ നിന്ന് 10 റുപ്പീസിന് എന്ത് ചെയ്യാൻ പറ്റും, ഫോറിൻ കൺട്രിയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങാൻ പറ്റും. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസുകൾ എന്ത് ചെയ്യും, ആളുകൾ പെട്ടെന്ന് തന്നെ ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങും. പണ്ടത്തേക്കാൾ വില കുറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യും, ഫോറിൻ കൺട്രിയിലുള്ളവർ പെട്ടെന്ന് ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങുകയും എക്സ്പോർട്ട് കൂടുകയും ചെയ്യും. സോ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് എന്ത് ചെയ്യും, ഡെഫിസിറ്റിൽ നിന്ന് എന്ത് ചെയ്യും, ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. സോ ABCD is a correct answer. ABCD is a correct answer. C is a correct answer. C is a correct answer. C is a correct answer. So 90th question. In the short run production function, which one of the following? Short run production function പ്രത്യേകത എന്താണ്? ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ പറയുന്ന ഒരു അസംഷൻ ഉണ്ടല്ലേ, അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അനലൈസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും എടുക്കുന്നത് ലേബർ ആയിരിക്കില്ല, ക്യാപിറ്റലിനെ പലപ്പോഴും എടുക്കില്ല. കാരണം എന്താണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ പ്രകാരം എന്താണ്, Q is a function of എന്ത് മാത്രമാണ്, ലേബർ മാത്രമാണ്. അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അതെന്തിനാണ് നമ്മൾ അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം എന്ന് പറയാൻ കാരണം, ഇപ്പോൾ ഷോർട്ട് റൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ചെറിയൊരു കാലത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ നടത്തുന്നത്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു 1 ഇയർ അല്ലെങ്കിൽ 2 ഇയറിന് വേണ്ടിയിട്ട് നമ്മൾ പ്രൊഡക്ഷൻ നടത്താമെന്ന് വിചാരിക്കുക. ചെറിയൊരു കാലഘട്ടത്തിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യണം, എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ മാറ്റാന്ന് പറയുന്നത് പോസിബിൾ ആയിരിക്കില്ല. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ഷൻ കൂട്ടണമെന്ന് വിചാരിക്കുക. നമ്മുടെ സാധനത്തിന് മുകളിൽ നല്ല ഹൈലി ഡിമാൻഡ് വരുന്നുണ്ട്, ആളുകൾ നന്നായിട്ട് ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം, പ്രൊഡക്ഷൻ കൂട്ടണം. പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഇൻപുട്ടിൽ മാറ്റം വരുത്തണം അല്ലേ. എന്ത് ചെയ്യണം, നമ്മൾ ഇൻപുട്ടിനെ ഔട്ട്പുട്ടാക്കി മാറ്റുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് അല്ലേ. ഇൻപുട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഔട്ട്പുട്ട് ഉണ്ടാവുള്ളൂ. അപ്പോൾ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്ത് കൂട്ടണം, ഇൻപുട്ട് കൂട്ടണം. ഇൻപുട്ടായിട്ട് നമ്മൾ എടുക്കുന്നതാണ് ആക്ച്വലി എന്ത് പറയുന്നത്, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ആയിട്ടുള്ള ലേബർ ക്യാപിറ്റൽ ആൻഡ് ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് എംപ്ലോയ്മെൻറ്റ്, ലാൻഡ് ലേബർ ക്യാപിറ്റൽ ആൻഡ് ഓർഗനൈസേഷൻ. അപ്പോൾ ഇവിടെ എന്താണ്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ചെറിയ കാലത്തേക്കാണ്. പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ തന്നെ നമുക്ക് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ മാറ്റാൻ തന്നെ പോസിബിൾ അല്ല. കാരണം നമ്മൾ 2 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ ഇവിടെ പോയിട്ട് നമ്മളെ മെഷീൻസിനെ മാറ്റുക, ഉള്ള ലേബേഴ്സിനെ മാത്രം എന്ത് ചെയ്യുക, മൊത്തത്തിൽ മാറ്റുക, അല്ലെങ്കിൽ പുതിയ ലേബേഴ്സിനെ ഹയർ ചെയ്യുക, പുതിയ മെഷീൻസ് കൊണ്ടുവരിക. ഇങ്ങനെ നോക്കുന്ന സമയത്ത് ചെറിയൊരു കാലത്തേക്ക് നമ്മൾ പ്രൊഡക്ഷൻ നടത്തുമ്പോൾ ഇതെല്ലാം മാറ്റുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഇമ്പോസിബിൾ ആയിരിക്കും. അങ്ങനെ മാറ്റുകയാണെങ്കിൽ തന്നെ നമ്മളെ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ അതെന്ത് ചെയ്യും, വളരെ ബാഡായിട്ട് അത് എഫക്റ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രൊഡക്ഷൻ നടത്തുന്നതെങ്കിൽ ഞാൻ ഒരു ദിവസം വിചാരിക്കുകയാണ് എൻ്റെ പ്രൊഡക്റ്റിന് നല്ല ഡിമാൻഡ് ഉണ്ട്, ഞാൻ എന്ത് ചെയ്യാം,
പുതിയ മെഷീൻസൊക്കെ എന്ത് ചെയ്യാം ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് വിചാരിക്കുക. ഞാൻ എന്ത് ചെയ്യും, പഴയ മെഷീൻസൊക്കെ മാറ്റി പുതിയ മെഷീൻസ് വരുന്നവരെ കാത്തുക. അവിടെ എന്ത് വരും, എൻ്റെ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ലാഗിങ് വരും. ഞാൻ എന്ത് ചെയ്യാണ്, പുതിയ ലേബേഴ്സിനെ ഞാൻ ലേബേഴ്സ് ഇസ് ഓക്കെ ആണ്, പക്ഷേ മെഷീൻസിൻ്റെ കേസ് എടുക്കാം. മെഷീൻസ് മാറ്റാമെന്ന് പറയുമ്പോൾ എന്ത് ചെയ്യും, ഇതിങ്ങനെ പഴയതും പുതിയതൊക്കെ മാറ്റുന്ന സമയത്ത് ആക്ച്വലി എന്ത് സംഭവിക്കും, അവിടെ കുറച്ച് കാലത്തേക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പ്രൊഡക്ഷൻ നിൽക്കാനുള്ള സാധ്യത ഉണ്ട്. അതുപോലെ തന്നെ എന്ത് സംഭവിക്കാം, നമ്മുടെ പ്രൊഡക്ഷൻ അത് എന്ത് ചെയ്യും, ബാഡായിട്ട് എഫക്റ്റ് ചെയ്യാം. കുറച്ച് കാലത്തേക്ക് പ്രൊഡക്ഷൻ നിൽക്കാന്ന് പറയുമ്പോൾ ചിലപ്പോൾ എന്ത് ചെയ്യും, അപ്പോഴത്തേക്കും ഡിമാൻഡ് പോയിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, നമുക്ക് വീണ്ടും ആ ഒരു മാർക്കറ്റിനെ നമുക്ക് കീഴടക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം മാറ്റാന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ പോസിബിൾ അല്ല. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഷോർട്ട് റണ്ണിൽ നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ ലേബറിനെ മാത്രം കൺസിഡർ ചെയ്യാനുള്ള കാരണം. അഥവാ പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനുള്ള ആ ഒരു പ്രൊഡ്യൂസർക്ക് എന്ത് ചെയ്താൽ മതി, ലേബറിന് എന്ത് ചെയ്യാം, കൂട്ടാം. ക്യാപിറ്റലിനൊക്കെ മാറ്റാന്ന് പറയുന്നത് എന്തായിരിക്കും, ഇമ്പോസിബിൾ ആയിരിക്കും. അതെന്ത് ചെയ്യും, പ്രൊഡക്ഷൻ പ്രോസസ്സിന് എന്ത് ചെയ്യും, വളരെ ബാഡായിട്ട് എഫക്റ്റ് ചെയ്യും. ഇനിയിപ്പോൾ നമ്മുടെ എന്ത് ചെയ്യാണ്, ലോങ് റണ്ണിലാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് എല്ലാ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, വേരിയബിൾ ആണ്. കാരണം എന്താണ്, ലോങ് റൺ എന്ന് പറയുമ്പോൾ എന്താണ്, ഒരു 10 years ഒക്കെ ആണ് വരുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം എന്താണ്, 10 വർഷത്തേക്കാണ് നമുക്ക് എന്ത് ചെയ്താൽ മതി, ഓരോ മെഷീൻസൊക്കെ ആയിട്ട് എന്ത് ചെയ്താൽ മതി, പതിയെ മാറ്റിക്കൊണ്ടാൽ മതി അല്ലേ. പിന്നെ അതുപോലെ തന്നെ ലേബേഴ്സിന് എന്ത് ചെയ്യാം, അതിനനുസരിച്ചിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ലേബേഴ്സിനൊക്കെ പതിയെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഹയർ ചെയ്യാനൊക്കെ നമുക്ക് പറ്റില്ല. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഒരുപാട് സമയം കിട്ടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെല്ലെ ചെയ്താൽ മതി. ഷോർട്ട് റൺ ആകുമ്പോൾ കുറച്ച് സമയമല്ലേ കിട്ടുന്നുള്ളൂ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്താണ്, അറ്റ്ലീസ്റ്റ് 1 ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനെ എന്ത് ചെയ്യണം, നമ്മൾ കോൺസ്റ്റന്റ് ആക്കി വെക്കണം. നമ്മൾ ഇവിടെ കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ടാവുക ക്യാപിറ്റൽ ആയിരിക്കും. അതുപോലെ തന്നെ ടെക്നോളജി ആയിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവുക, കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ടാവുക. നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ആരെ മാത്രമായിരിക്കും, ലേബറിനെ മാത്രമായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടാവുക. ഫോർ എന്തിന്, ഔട്ട്പുട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി. അപ്പോൾ ഇവിടെ എന്താണ്, ടെക്നോളജി ഈസ് അസ്യൂംഡ് ടു ബി കോൺസ്റ്റന്റ് ഫോർ ദ ഗിവൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ റിലേഷൻഷിപ്പ്. ഏസ് എ കറക്റ്റ് ആൻസർ അല്ലേ. ടെക്നോളജിനെയും ക്യാപിറ്റലിനെയും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കോൺസ്റ്റന്റ് ആക്കി വെക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ളതൊന്നും നോക്കണ്ട. അതായത് ഇത് ഈ ഒരു ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓപ്ഷൻസ് ഒക്കെ വായിച്ചിട്ട് കൺഫ്യൂഷൻ വരുത്തേണ്ട കാര്യമില്ല. നമുക്കൊരു ബേസിക് ഐഡിയ കിട്ടി, ദെൻ അതായിട്ട് മൂവ് ഓൺ ചെയ്യാം. ബി എന്താ പറഞ്ഞത്, ടെക്നോളജി ഈസ് അസ്യൂംഡ് ടു ബി ടെക്നോളജി ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറഞ്ഞത്. ടെക്നോളജി എഗെയിൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ടെക്നോളജി എഗെയിൻ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ ഒരിക്കലും നമ്മൾ ടെക്നോളജിനെ കൺസിഡർ ചെയ്യുകയോ ടെക്നോളജിക്കൽ ചേഞ്ചിനെ കൺസിഡർ ചെയ്യുകയോ ചെയ്യുന്നില്ല. അവിടെ ടെക്നോളജിക്ക് എന്തായിരിക്കും, അസ്യൂം ടു ബി കോൺസ്റ്റന്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ എ ഇസ് എ കറക്റ്റ് ആൻസർ. സോ എ ഇസ് എ കറക്റ്റ് ആൻസർ. ഓക്കെ, then ഏറ്റവും അവസാനത്തെ ക്വസ്റ്റ്യൻ, ലിക്വിഡിറ്റി അഡ്ജസ്റ്റ്മെന്റ് ഫെസിലിറ്റി വാസ് റെക്കമെൻഡഡ് ബൈ വിച്ച് കമ്മിറ്റി? ഭീമൽ ജലാൻ കമ്മിറ്റി ആൻഡ് സി രംഗരാജൻ കമ്മിറ്റി, നരസിംഹം കമ്മിറ്റി ആൻഡ് രഘുരാം രാജൻ കമ്മിറ്റി. ഏതാണ്? ഇറ്റ്സ് കറക്റ്റ് ആൻസർ ഈസ് നരസിംഹം കമ്മിറ്റി കേട്ടോ. നരസിംഹം കമ്മിറ്റിയാണ് ഇത് എന്ത് പറയുന്നത്, ഇതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ നമ്മളിന്ന് കുറച്ച് സ്പീഡിൽ പോയോ? നമ്മളിന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, 10 ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് വരാണെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ വീഡിയോ യൂസ് ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തണമെങ്കിൽ അതും നിങ്ങൾ പറയണം. ഇൻ കേസ് ഞാൻ സ്പീഡ് കൂടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. കുറച്ചും കൂടെ നോട്ട്സ് റിലേറ്റ് ചെയ്ത് വേണമെങ്കിൽ, അല്ലെങ്കിൽ കൂടുതൽ എക്സ്പ്ലനേഷൻ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യണമെങ്കിൽ, നോട്ട്സ് ആയിട്ട് തന്നെ ആൻസറിൻ്റെ എക്സ്പ്ലനേഷൻ ആഡ് ചെയ്യണമെങ്കിൽ അത് പറയാം. സോ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാം. സോ നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് വേണ്ട സാധനമാണ് അല്ലേ നമ്മുടെ മുമ്പിൽ എയിമായിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ പഠിച്ചു പോവാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കാം. വിഷ് ഓൾ ദ വെരി ബെസ്റ്റ്.